ഫ്രിഡ്ജ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. 100 ഇന്റീരിയർ ഹാക്സ് ഇൻ 100 ഡേയ്സ് ഡേ 83. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ കിച്ചണിൽ റെഫ്രിജറേറ്റേഴ്സ് പ്ലാൻ ചെയ്യുമ്പോൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുമ്പുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എവിടെ എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ളത്. അതൊന്നുകൂടി പറയാം. നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ പ്ലേസ്മെൻറ്റ് ഈക്വലി കുക്കിംഗ് ഏരിയ, പ്രപ്പ് സോൺ എന്നുള്ള ഏരിയയിലേക്ക് ഒരു ഐഡിയൽ ഡിസ്റ്റൻസിലായിരിക്കണം. അതുപോലെ തന്നെ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ കിച്ചണിലേക്കുള്ള എൻട്രൻസിന് അടുത്തായിരിക്കണം. ബിക്കോസ് നമുക്ക് ഈസിലി മറ്റു കാര്യങ്ങളും ആക്സസ് ചെയ്യാനുള്ള കംഫർട്ട്നെസ് ഉണ്ടാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി ഇൻറ്റീരിയറായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇൻബിൽറ്റ് ഫ്രിഡ്ജ് അല്ലെങ്കിൽ കൂടി ഏകദേശം ആ രീതിയിലൊക്കെയാണ് ചെയ്യാറ്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ നാളെ ഫ്രിഡ്ജ് വലിയൊരു ഫ്രിഡ്ജ് കൂടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇൻ്റലിജൻ്റ്ലി ഇൻറ്റീരിയേഴ്സ് പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ പുതിയൊരു ഫ്രിഡ്ജ് നിങ്ങൾ 1 ലക്ഷം രൂപയുടെ ഒരു വലിയ ഫ്രിഡ്ജ് മേടിച്ച് കഴിഞ്ഞിട്ട് അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഇൻസ്റ്റാൾ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സ്പേസ് വേസ്റ്റായി പോകുന്നതാണ്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു വെന്റിലേഷൻ കിട്ടുന്ന സ്പേസിൽ തന്നെയായിരിക്കണം ഫ്രിഡ്ജ് പ്ലേസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡോറ് പല സ്പെക്കിലും പല രീതിയിലും ഓപ്പൺ ചെയ്യുന്ന ഫ്രിഡ്ജുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഡോർ കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്ത് നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമുക്ക് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഇൻറ്റീരിയേഴ്സ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ ഫ്രിഡ്ജിനും ഓരോ ഡെപ്ത്, വിഡ്ത്ത് എന്നുള്ള മെഷർമെൻറ്റ്സുകൾ ഉണ്ട്. സോ നിങ്ങൾ മേടിക്കുന്ന ഫ്രിഡ്ജിൻ്റെ അതിനനുസരിച്ചുള്ള സ്പെസിഫിക്കേഷനും അതിനനുസരിച്ച് ഡോർ എങ്ങനെ ഓപ്പൺ ആവുന്നു എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം ഫ്രിഡ്ജുകൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ ഇൻറ്റീരിയേഴ്സ് ചെയ്യുമ്പോൾ, ഫ്രിഡ്ജ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്.